ഹായ്. അപ്പോ നമുക്ക് ഏഞ്ചൽ വണ്ണിന്റെ ആപ്ലിക്കേഷനകത്ത് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വെബാണ് ലോഗിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ വെബ് പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷനകത്ത് തന്നെ മൈ പ്രൊഫൈല് പോവാ. നമ്മുടെ അക്കൗണ്ട്സ് എന്നായിരിക്കും കാണിക്കുന്നത്, അക്കൗണ്ട് എന്നായിരിക്കും കാണിക്കുന്നത്. മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഓക്കെ, ഈ ഓപ്ഷൻ വഴി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും ഈ പേജ് വഴി തന്നെ ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഫണ്ട് ആഡ് ചെയ്യാനാണെങ്കിൽ, അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആഡ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് ആണോ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് UPI ID വഴിയോ അതല്ല നെറ്റ് ബാങ്കിങ് വഴിയോ QR കോഡ് വഴിയോ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്ന പേയ്മെന്റ് മോഡ്, ആ മോഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ UPI ID ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ എന്താണോ നമ്മുടെ UPI ID ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു ആഡ് ഫണ്ട് കൊടുക്കുക. ആഡ് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ പേ, ഇപ്പൊ ഏതാണോ നമ്മുടെ UPI ID കൊടുക്കുന്ന ആപ്പിനകത്ത് റിക്വസ്റ്റ് വരും. അതിൽ കയറി പേയ്മെന്റ് കൺഫേം ചെയ്യുക. പേയ്മെന്റ് കൺഫേം ചെയ്ത് ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫണ്ട് നമ്മുടെ ഡിമാറ്റിൽ ആഡ് ആവും. അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ട്രേഡിംഗ് ബാലൻസിനകത്ത് ഫണ്ട് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സെയിം സ്ക്രീൻ വഴി തന്നെയാണ് നമുക്ക് പേ ഔട്ട് എടുക്കാനുള്ള, വിഡ്രോവൽ എടുക്കാനും പറ്റുന്നത്. അതായത് ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിലീസ് ചെയ്യാനും നമുക്ക് ഈ സെയിം പേജ് വഴി തന്നെ പറ്റും. അപ്പൊ അതിനായിട്ട് വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വിഡ്രോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണോ നമുക്ക് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രൊസീഡ് കൊടുത്താൽ മതി. വിഡ്രോവൽ റിക്വസ്റ്റ് സബ്മിറ്റ് ആവും. ഇപ്പൊ ഏതാണോ നമ്മുടെ രജിസ്റ്റേർഡ് ബാങ്ക് അക്കൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമ്മുടെ പേ ഔട്ട് കൊടുത്ത എമൗണ്ട് റിലീസ് ആവുന്നത്. നമ്മൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഏത് അക്കൗണ്ടിലേക്കാണ് പേ ഔട്ട് പോകാനുള്ളതെന്നുള്ള നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ബാങ്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ല. ഒന്നിൽ കൂടുതൽ ബാങ്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വാച്ച് ലിസ്റ്റിനകത്തേക്ക് സ്റ്റോക്സ് എങ്ങനെ ആഡ് ചെയ്യാം, ആ സ്റ്റോക്സ് എങ്ങനെ ബൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റ് ആണ്. ഈ വാച്ച് ലിസ്റ്റിൽ പോയി തന്നെ നമുക്ക് വേണ്ട സ്ക്രിപ്റ്റ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഏതാണോ നമുക്ക് ബൈ ചെയ്യാനുള്ള സ്റ്റോക്കിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സൈഡിൽ തന്നെ ആഡ് ബട്ടൺ ഉണ്ടാവും. ആഡിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചൂസ് ചെയ്ത സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ആഡ് ചെയ്ത സ്റ്റോക്ക് ഇങ്ങനെ നമുക്ക് 50 സ്റ്റോക്ക് വരെ ഒരു വാച്ച് ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റ് സ്റ്റോക്ക്, വേറെ സ്റ്റോക്കാണ് നമുക്ക് വേണ്ടിയെങ്കിൽ സെയിം സ്റ്റോക്ക് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളിപ്പോ ആഡ് ചെയ്ത സ്റ്റോക്സ് ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമലി ബൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്രിപ്റ്റിന് അടുത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്, ബൈയും സെല്ലും കാണിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ കീബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ F1 ടൈപ്പ് ചെയ്ത ബൈയും F2 സെല്ലും ആണ്. നോർമൽ ബൈ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കഴ്സർ യൂസ് ചെയ്ത് ബി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് റെഗുലർ ഓർഡർ ആണ് നമ്മൾ നോർമലി ചൂസ് ചെയ്യുന്നത്. അതായത്
ഇപ്പോ ഇൻഫി ആണ് ഞാനിപ്പോ ബൈ എടുത്തേക്കുന്നത്. 1902.20 ഇൻഫിയുടെ നിലവിലത്തെ റേറ്റ്. ഓക്കെ, അപ്പൊ ഈ റേറ്റില് നമ്മൾ ഒന്നുകിൽ ഈ സെയിം റേറ്റിന് മാർക്കറ്റിന് കൊടുക്കുന്നെങ്കിലോ അതിന് താഴെയാണ് നമുക്ക് ബൈ വേണ്ടെങ്കിലോ, അതായത് 1902 നിൽക്കുന്ന റേഞ്ചിൽ നിന്ന് താഴെ 1800 അല്ലെങ്കിൽ 1890 ഈ നിൽക്കുന്ന പ്രൈസിനേക്കാളും താഴെയാണ് നമുക്ക് ഓർഡർ വേണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ഓർഡർ ചൂസ് ചെയ്യുക. റെഗുലർ ഓർഡർ ചൂസ് ചെയ്തതിന് ശേഷം ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ? ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രാഡേ ചൂസ് ചെയ്യുക. അതല്ല നമുക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഡെലിവറി ചൂസ് ചെയ്യുക. ഓക്കെ, ചൂസ് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫണ്ടിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ കറണ്ട് മാർക്കറ്റിനാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പൊ ക്ലിക്ക് ചെയ്തേക്കുന്ന കഴ്സർ മാർക്കറ്റ് ആണ്, മാർക്കറ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതല്ല നമുക്ക് റേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. ഇപ്പൊ 1902 മാർക്കറ്റിൽ പ്രൈസ് നിൽക്കുന്നത്, നമുക്കൊരു 1890 റേഞ്ചിൽ ബൈ മതി എന്നുണ്ടെങ്കിൽ ഈ കഴ്സർ ജസ്റ്റ് ഒന്ന് ഇടത്തെ സൈഡിലോട്ട് പ്രസ് ചെയ്യാം, ലിമിറ്റ് ആക്കുക, ലിമിറ്റ് സെലക്ട് ചെയ്യാം. ലിമിറ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് പ്രൈസ് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പ്രൈസ് എഡിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്ലേസ് ബൈ ഓർഡർ കൊടുക്കുക. പ്ലേസ് ബൈ ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമുക്കത് ഓർഡർ ബുക്കിനകത്ത് ഓപ്പൺ ഓർഡേഴ്സിൽ വന്ന് കിടപ്പുണ്ടാവും. ഇപ്പോ നോർമലി ഓർഡർ ഇവിടെയാണ് പ്ലേസ് ആവുന്നത്. ഇന്ന് മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓർഡർ പൊസിഷൻ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ, ഇപ്പൊ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ ഓപ്പൺ ഓർഡറിൽ വന്ന് കിടക്കും. അതായത് നമ്മുടെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം, നമ്മൾ റേറ്റ് ഇട്ട് വെക്കുന്ന എല്ലാ ഓർഡേഴ്സും ഓപ്പൺ ഓർഡേഴ്സിലാണ് വന്ന് കിടക്കുക. ഈ ഓപ്പൺ ഓർഡേഴ്സിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയാം. അതല്ല ഇപ്പൊ കറണ്ട് മാർക്കറ്റിന് ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന ഓപ്പൺ ഓർഡറിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ നമുക്ക് എഡിറ്റ് ചെയ്ത് മാർക്കറ്റിൽ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ബൈ ചെയ്ത പ്രോഡക്റ്റ് വന്ന് കിടക്കുന്നത് ഇൻട്രാൻസ് ഓർഡേഴ്സ് എല്ലാം, ഇന്ന് വാങ്ങുന്ന ഓർഡേഴ്സ് എല്ലാം ഈ പൊസിഷനകത്തായിരിക്കും കാണിക്കുന്നത്. ഇന്ന് വാങ്ങുന്ന ഓർഡേഴ്സ് എല്ലാം പൊസിഷനകത്തും, ഇന്ന് വാങ്ങുന്ന ഓർഡേഴ്സ് ഹോൾഡിങ്സ് ഡെലിവറി സ്റ്റോക്കുകളെല്ലാം ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ കാണിക്കുന്നത് പോർട്ട്ഫോളിയോയിലും ആയിരിക്കും. പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ വാങ്ങുന്ന ഹോൾഡിങ്സിലെ സ്റ്റോക്ക് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എബോ ബൈ ഓർഡേഴ്സ് ആണ്. ഇപ്പോ ഈ ഒരു സ്റ്റോക്ക് ഇൻഫി എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ വാങ്ങുന്നു, 1902 നിലവിൽ നിൽക്കുന്ന റേറ്റ്. പക്ഷെ നമുക്ക് 1902 1910 എബോവ് ആണ്. 1910 മുകളിൽ മാർക്കറ്റ് വരുമ്പോഴാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബൈ ഓർഡർ എക്സിക്യൂട്ട് ആയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് റെഗുലർ ഓർഡർ അല്ല, പകരം സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആണ് പ്ലേസ് ചെയ്യേണ്ടത്. എപ്പോഴും എബോ ഓർഡേഴ്സ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ, ബൈ എബോ ഓർഡേഴ്സ് എല്ലാം പ്ലേസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആണ് പ്ലേസ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ബൈ ചെയ്യാതെ നമ്മൾ റെഗുലർ ഓർഡറിലാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ റെഗുലർ സെലക്ട് ചെയ്തിട്ട് 1902 നിൽക്കുവാണ് മാർക്കറ്റ്, നമ്മൾ റെഗുലർ ആണ് ചൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ എന്നിട്ട് ഇവിടെ 1910 എന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണോ കറണ്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ലോവസ്റ്റ് പ്രൈസ്, കാരണം 1910 താഴെ നിൽക്കുന്ന പ്രൈസ് ആണ് 1902. അപ്പൊ ലോവസ്റ്റ് പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും, അതായത് കറണ്ട് മാർക്കറ്റിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ എബോ ബൈ ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1910 നമുക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ചൂസ് ചെയ്യുക. ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ ചൂസ് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ട്രിഗർ പ്രൈസിലും നമ്മുടെ എമൗണ്ട് ബൈ പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് പ്രൈസ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും SL ട്രിഗർ പ്രൈസിനേക്കാളും ഒരു 2 പോയിന്റോ അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം കൂടുതൽ എമൗണ്ട് ആയിരിക്കണം
എസ് എൽ ലിമിറ്റ് പ്രൈസിൽ വെക്കാനായിട്ട്. ഇപ്പോൾ എസ് എൽ ട്രിഗർ പ്രൈസിന്റെ അവിടെ 1910 വെക്കുന്നെങ്കിൽ എസ് എൽ ട്രിഗർ പ്രൈസ് എസ് എൽ ലിമിറ്റ് പ്രൈസിന്റെ അവിടെ 1911 12 നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബൈ പ്ലേസ് ചെയ്താൽ മതി. ഓപ്പൺ ഓർഡറിനകത്ത് ഈ ഒരു പൊസിഷൻ കാണിക്കുന്നുണ്ടാവും. എപ്പോഴാണോ ആ ഒരു റേറ്റ് വരുന്നത്, ആ റേറ്റ് വരുന്ന സമയത്ത് ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോ ഇനി നമുക്ക് ഈ ഓർഡർ എങ്ങനെ സെൽ ഓർഡർ പ്ലേസ് സെയിം തന്നെയാണ്. സെൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ബൈ കിട്ടി കഴിഞ്ഞാൽ അത് പൊസിഷനിൽ കാണിക്കുന്നുണ്ടാവും. പൊസിഷനിൽ പോയിട്ട് നമുക്ക് ഓർഡേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ഓർഡേഴ്സ് കാണും, അല്ലെങ്കിൽ ഓപ്പൺ ഓർഡേഴ്സ് അല്ലെങ്കിൽ പൊസിഷൻ. ഇപ്പൊ നമുക്ക് ബൈ ഓൾറെഡി കിട്ടി കഴിഞ്ഞെങ്കിൽ അത് പൊസിഷനിലാണ് വരുന്നത്. ആ പൊസിഷനിൽ പോയിട്ട് തന്നെ നമുക്ക് സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ സെല്ലിൽ പോയിട്ട് നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ വാങ്ങിയ സ്റ്റോക്കിനെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാനാണെങ്കിൽ സെയിം റെഗുലർലി തന്നെ പോവുക. റെഗുലർലി ഇൻട്രാഡേ ആണോ ഡെലിവറി ആണോ എന്ന് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇൻട്രാഡേ ആയിരിക്കും. നമുക്ക് സ്റ്റോക്സ് ആണെങ്കിൽ ഇൻട്രാഡേയിൽ തന്നെ ടാർഗറ്റ് കൊടുക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഡെലിവറിയിലാണെങ്കിലും നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡെലിവറിക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്വാൻസ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ GTT ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു ഓപ്ഷൻ പറഞ്ഞതിന് ശേഷം അഡ്വാൻസ് ഓർഡറിൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോ സ്റ്റോക്ക് സെല് ചെയ്യാനായിട്ട് ഡെലിവറി ഓർ ഇൻട്രാഡേ ചൂസ് ചെയ്യുക. ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് ആ ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടാർഗറ്റ് എത്രയാണോ നമുക്ക് വിൽക്കാനുള്ള വില, ആ വില നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്ലേസ് സെൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഓർഡേഴ്സിനകത്ത് വന്ന് കിടപ്പുണ്ടാവും. എപ്പോഴാണോ ഈ ഒരു റേറ്റ് മാർക്കറ്റിൽ വരുന്നത് ആ റേറ്റിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇപ്പൊ ഡെലിവറിക്ക് നമ്മൾ ഇങ്ങനെ ഒരു ടാർഗറ്റ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇന്നേ ദിവസം ഈ 2000 എന്ന് പറയുന്ന റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓർഡറിന്റെ വാലിഡിറ്റി ഇന്ന് ഒരു ദിവസമായിരിക്കും. നാളത്തെ ദിവസം ഈ ഓർഡർ പെൻഡിങ് ഓർഡറിൽ കാണിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ലാതെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അഡ്വാൻസ് ഓർഡർ സെലക്ട് ചെയ്യാം. അഡ്വാൻസ് ഓർഡറിൽ GTT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ GTT ഓർഡറിൽ നമുക്ക് ഡെലിവറി ടാർഗറ്റ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ 1 ഇയർ വരെ അതിനെ നമ്മുടെ ഓപ്പൺ പൊസിഷനകത്ത് ഹോൾഡ് ചെയ്യും. ആ ഒരു പൊസിഷൻ 1 ഇയർ വരെ നമുക്ക് ആ ഒരു ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ GTTയിലാണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ GTT സെലക്ട് ചെയ്യുക, ഡെലിവറി ചൂസ് ചെയ്യുക, ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ തന്നെ പെർസെന്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വാങ്ങിയ റേറ്റില് 902 നമ്മൾ വാങ്ങിയത്, 1902 വാങ്ങി നമുക്കൊരു 15% ആണ് നമ്മുടെ ടാർഗറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ, ഇപ്പൊ ബൈ പൊസിഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ബൈ കിട്ടിയതിന് ശേഷമാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അപ്പോഴേ കറക്റ്റ് റേറ്റ് ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇറവായിരിക്കും കാണിക്കുന്നത്. സെൽ എടുത്തതിന് ശേഷം ഇവിടെ ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെർസെന്റേജ് കൊടുക്കാൻ പറ്റും. ട്രിഗർ പ്രൈസിന്റെ എവിടെയും പ്രൈസിന്റെ എവിടെയും നമ്മുടെ ടാർഗറ്റ് പ്രൈസ് കൊടുക്കുക. പ്ലേസ് സെൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഓപ്പൺ പൊസിഷനകത്ത് ആ ഓർഡർ ഉണ്ടായിരിക്കും. ആ ഓർഡറിന് 1 ഇയർ ആയിരിക്കും വാലിഡിറ്റി വരുന്നത്, GTT ഓർഡർ ആണെങ്കിൽ. ഓക്കെ, നോർമൽ സെൽ ഓർഡർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണോ ബൈ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻട്രാഡേയിലെ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് എങ്ങനെയാണെന്ന് കൂടി ജസ്റ്റ് പറയാം. സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ടാണെങ്കിൽ ഇൻട്രാഡേ പൊസിഷൻ നമ്മൾ എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് റെഗുലറിന്റെ അടുത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ചൂസ് ചെയ്യാം, ഇൻട്രാഡേ ചൂസ് ചെയ്യാം, ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യാം. ട്രിഗർ പ്രൈസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മുടെ സ്റ്റോപ്പ് എത്രയാണോ 1850 സ്റ്റോപ്പ് ലോസ് വെക്കുവാണെങ്കിൽ പ്രൈസും ട്രിഗർ പ്രൈസും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രിഗർ പ്രൈസ് എപ്പോഴും പ്രൈസിനേക്കാളും കൂടിയിരിക്കണം. പ്ലേസ് സെൽ ഓർഡർ കൊടുക്കുക.
ഇനി നമുക്ക് ഓപ്ഷൻസിന്റെ ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷന്റെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിഫ്റ്റി ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടെങ്കിൽ നിഫ്റ്റി ടൈപ്പ് ചെയ്യുക. കോൾ ഓപ്ഷൻ ആണെങ്കിൽ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്ട്രൈക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈപ്പ് ചെയ്ത് ചൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് വരുന്നത് എപ്പോഴും ഓപ്ഷൻ ചെയിൻ വഴി ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ചെയിൻ എങ്ങനെയാണ് എടുക്കണേന്ന് നോക്കാം. ഓപ്ഷൻ ചെയിൻ എടുക്കാനായിട്ട് ഇപ്പൊ ഏതാണോ നമ്മുടെ ഇൻഡെക്സിൽ ജസ്റ്റ് കേഴ്സർ കൊണ്ടുപോകുമ്പോൾ തന്നെ ഓപ്ഷൻ ചെയിൻ കാണിക്കുന്നുണ്ടാവും. ഓപ്ഷൻ ചെയിൻ ചൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഇൻഡെക്സ് ഏതാണോ ആ ഇൻഡെക്സിൽ ഓപ്ഷൻ ചെയിൻ അപ്പൊ അതിൽ അവൈലബിൾ ആയിട്ട് കാണിക്കും. ഇപ്പൊ നിഫ്റ്റി ആണ് ചെയ്യേണ്ടെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചെയിനിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ചെയിനിന്റെ ഇൻഡെക്സുകൾ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും മുകളിൽ നിഫ്റ്റി എന്ന് കൊടുത്തേക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസ് കാണിക്കും. ഇപ്പോൾ സെൻസെക്സ് ആണെങ്കിൽ സെൻസെക്സ് ചൂസ് ചെയ്യാം. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ചൂസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, ഏതാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം എപ്പോഴും ലെഫ്റ്റ് സൈഡിനകത്ത് കോൾ ഓപ്ഷനും റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷനും ആണ് ഉള്ളത്. ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണ് നമുക്ക് ബൈ എടുക്കാനുണ്ടെങ്കിൽ സ്ട്രൈക്ക് നോക്കുക. സ്ട്രൈക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കോൾ ഓപ്ഷനും റൈറ്റ് സൈഡിൽ വരുന്നത് പുട്ട് ഓപ്ഷനും ആണ്. അപ്പൊ ഏതാണോ നമുക്ക് ബൈ എടുക്കാനുള്ളത് ആ ബൈ ചൂസ് ചെയ്യുക. സെയിം നമ്മൾ എങ്ങനെയാണോ ഓർഡർ പ്ലേസ് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഇതിലും ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇൻട്രോഡേ ആണെങ്കിൽ ഇൻട്രോഡേ ചൂസ് ചെയ്യുക, ക്യാരി ഫോർവേഡ് ആണെങ്കിൽ ക്യാരി ഫോർവേഡ് ചൂസ് ചെയ്യുക, ലോഡ് സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോ നമുക്ക് മാർക്കറ്റ് റേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല മാർക്കറ്റിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആവേണ്ടെങ്കിൽ മാർക്കറ്റ് എനേബിൾ ചെയ്യുക. നമുക്ക് എബോ ബൈ ഓർഡർ ആണ് ഇത് നമ്മൾ നോർമലി നമുക്ക് നിൽക്കുന്ന റേറ്റിനേക്കാളും താഴെ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് ലിമിറ്റും മാർക്കറ്റും ചൂസ് ചെയ്യുന്നത്. അതല്ല എബോ ബൈ ഓർഡർ ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആണ് പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ നോർമലി നമ്മുടെ ഗ്രൂപ്പിനകത്ത് വരുന്ന അപ്ഡേഷൻസിലൊക്കെ സാർ എബോ ബൈ ഓർഡർ കൊടുക്കാറുണ്ട്. അപ്പൊ എബോ ബൈ ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആണ് പ്ലേസ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് ബൈയിൽ പ്രൈസും ട്രിഗർ പ്രൈസും കൊടുത്തുകൊണ്ട് തന്നെ ബൈ എടുക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ഓപ്ഷന്റെ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞു. റെഗുലറിലാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, റെഗുലർ ഓർഡർ ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അതല്ല സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഏതെങ്കിലും ഒരു ഓപ്ഷനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈമിൽ. ഒരു പൊസിഷൻ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു റെഗുലർ ഓർഡറിന് ഒന്നുകിൽ ടാർഗറ്റ് വെക്കാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നോർമലി എല്ലാവരും സ്റ്റോപ്പ് ലോസ് ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഓപ്പൺ ഓർഡറിനകത്ത് പോയിട്ട് നമുക്ക് ടാർഗറ്റ് ആകുമ്പോൾ അത് മോഡിഫൈ ചെയ്ത് മാർക്കറ്റിൽ സെല് ചെയ്ത് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാനാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇതിനടുത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ബൈ ചെയ്ത സാധനത്തിന് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ സെല്ലാണ് ചെയ്യാനുള്ളത്. സെല്ല് സെലക്ട് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്യുക, ഇൻട്രാഡേ തന്നെയാണ്, ലോഡ് സൈസ് കൊടുക്കുക, എസ് എൽ ട്രിഗർ പ്രൈസും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്ലേസ് സെൽ ഓർഡർ കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഓപ്ഷനകത്ത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അതുപോലെ അഡ്വാൻസ് ഓർഡറും ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അത് ഇൻട്രാഡേക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ എബോ ബൈ ഓർഡറിനും നമുക്ക് അതായത് ബ്രാക്കറ്റ് ഓർഡർ എനേബിൾ അല്ല. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അഡ്വാൻസ് ഓർഡറും ഒരുമിച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ലിമിറ്റ് ഓർഡറിന് മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിനേക്കാളും താഴെ അല്ലെങ്കിൽ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ഓർഡർ ചൂസ് ചെയ്യാം. അഡ്വാൻസ് ഓർഡറിനകത്ത് തന്നെ നമ്മുടെ ഈ വെബ് പ്ലാറ്റ്ഫോമിനകത്ത് അഡ്വാൻസ് ഓർഡറിൽ ഇൻട്രാഡേ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും
ഇന്ന് മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ എനേബിൾ ആവാത്തത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ GTTയുടെ തൊട്ടടുത്ത് തന്നെ ബ്രാക്കറ്റ് ഓർഡർ ഉണ്ട്. ബ്രാക്കറ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യാം. ബ്രാക്കറ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അഡ്വാൻസ്, അതായത് പ്രൈസ് ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ട്രിഗർ പ്രൈസും നമ്മുടെ ടാർഗറ്റ് പ്രൈസും, സ്റ്റോപ്പ് ലോസ് പ്രൈസും ടാർഗറ്റ് പ്രൈസും നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്വാൻസിനകത്താണുള്ളത്. നമ്മുടെ വെബിൽ നോക്കുമ്പോൾ ബ്രാക്കറ്റ് ഓർഡർ എന്നും, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റോബോ ട്രേഡ് എന്നായിരിക്കും അതിനകത്ത്, റോബോ ഓർഡർ എന്നായിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. ആ റോബോ ഓർഡർ വഴിയാണ് നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷനകത്ത്, ഓപ്പൺ ഓർഡറിനകത്ത് ഈ ഒരു ഓർഡർ വന്ന് കിടപ്പുണ്ടാവും. എപ്പോഴാണോ നമ്മുടെ എൻട്രി പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. അതുപോലെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ആവുന്ന സമയത്ത് മറ്റേത് ഓട്ടോ ക്യാൻസൽ ആവും. നോർമലി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് വെബിലും ഡൗട്ട് വരാറ്. അപ്പൊ ഇതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും സംശയങ്ങൾ വരുന്നെങ്കിൽ ഒന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചാർട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഓപ്ഷൻ ചെയ്യുന്ന തൊട്ട് താഴെ തന്നെ എല്ലാ ഇൻഡെക്സുകളുടെയും ചാർട്ട് അവൈലബിൾ ആണ്. ചാർട്ട് എടുക്കാൻ പറ്റും. ഈ ചാർട്ടിനകത്ത് നമുക്ക് സൈഡിൽ തന്നെ ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. ഇതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ ചാർട്ട് യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റുള്ള സംശയങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക. ഓൾറെഡി ഫോൺ നമ്പർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.